സംസ്ഥാന സർക്കാരിനെതിരെ ഇടയലേഖനമിറക്കി താമരശ്ശേരി രൂപത. ക്രൈസ്തവ സമുദായത്തിന്റെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്നുവെന്ന് ലേഖനത്തിൽ ആക്ഷേപമുന്നയിക്കുന്നുണ്ട്. കേരളത്തിൽ മദ്യവും മയക്കുമരുന്നും രാസലഹരിയും വ്യാപിക്കുന്നു. ലഹരി മാഫിയക്കെതിരെ ഒന്നും ചെയ്യാനാകാതെ പോലീസ് നിഷ്ക്രിയമായെന്നും താമരശ്ശേരി രൂപതയുടെ ഇടയലേഖനത്തിൽ വിമർശനമുയരുന്നുണ്ട്. ഏപ്രിൽ 5 കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന ക്രൈസ്തവ അവകാശ പ്രഖ്യാപന റാലിയുടെയും പൊതുസമ്മേളനത്തിന്റെയും കാര്യങ്ങൾ വിശദീകരിക്കുവാനാണ് താമരശ്ശേരി രൂപത ഇടയലേഖനം പുറത്തിറക്കിയത്. ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയൽ പുറത്തിറക്കിയ ലേഖനത്തിൽ വിവിധ കാര്യങ്ങളിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ സർക്കാർ സംവിധാനങ്ങൾക്ക് ഒന്നും ചെയ്യുവാനാവുന്നില്ലെന്ന് ഇതിൽ വിമർശിക്കുന്നുണ്ട്. ക്രൈസ്തവ സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥ പഠിക്കുവാനായി രൂപീകരിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാത്തത് സ്ഥാപിത താൽപര്യക്കാർക്ക് വേണ്ടിയാണെന്നും ആരോപിക്കുന്നുണ്ട്. വനനിയമങ്ങളിൽ കാട്ടുതീയാണ് നടപ്പിലാക്കുന്നത്. പരിസ്ഥിതി നിയമങ്ങൾ മനുഷ്യരുടെ മൗലികാവകാശങ്ങൾ പോലും കവർന്നെടുത്ത് അടിച്ചേൽപ്പിക്കുന്ന ഏകാധിപത്യ പ്രവണതയാണ് ഭരണാധികാരികൾക്കുള്ളത്. കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇത് പരിഹരിക്കുവാൻ സർക്കാർ ഇടപെടുന്നില്ല തുടങ്ങിയ രൂക്ഷ വിമർശനങ്ങളും ഇടയലേഖനത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ക്രൈസ്തവ അവകാശ പ്രഖ്യാപന റാലി സംഘടിപ്പിക്കുക. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.